ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിയാണെങ്കിൽ വന്ന് കയറിയപ്പോഴേക്കും കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു നവ്യ. അപ്പം അച്ഛനെ കാണാത്തത് കൊണ്ട് മകന് ഭയങ്കര വിഷമമായിരുന്നു എന്ന് നവ്യ പറയുമ്പം, ആണോടാ അച്ഛനെ ജയിലിൽ കിടന്നപ്പോഴേ നിന്നെപ്പറ്റി മാത്രമുള്ള ചിന്തയായിരുന്നു എന്ന് അഭി നവ്യയോട് പറയുക. അപ്പോൾ നീ വളരുമ്പോഴേക്കും അച്ഛൻ ജയിൽ പുള്ളിയാണെന്ന് പറയാൻ ഒരു കാരണങ്ങൾ ഉണ്ടാക്കിയല്ലോ എല്ലാവരും എന്നൊക്കെ പറയുമ്പം, ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകത്തില്ലേടി എന്ന് അഭി. അങ്ങനെ പോകത്തൊന്നുമില്ല. തേഞ്ഞു മാഞ്ഞു പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. നിന്നെ താറടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, നിൻ്റെ ഏട്ടനും അനിയനും ഒക്കെ എന്ന് പറയുമ്പോൾ, നവ്യെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നും അത് എൻ്റെ ഭാര്യയും കുഞ്ഞും അമ്മയും പിന്നെ അയർലൻഡിൽ നിന്ന് വരാൻ പോകുന്ന എൻ്റെ പെങ്ങളും എൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രം. അപ്പോൾ അവന്തേക്ക് ഉടനെ വരുമല്ലേ എന്ന് നവ്യ ചോദിച്ചു. അപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി വിവാഹം വരെ അവളിവിടെ സ്ഥിരമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്കതൊരു കൂട്ടാണ്, പ്രത്യേകിച്ച് നിനക്കെന്ന് പറയുമ്പം അങ്ങനെ നമ്മുടെ സൈഡിൽ അംഗങ്ങൾ കൂടുന്നത് നല്ലതാ അഭിയെന്ന് നവ്യ അഭിയോട് പറയൂ കേട്ടോ. പിന്നെ അത്രത്തോളം ഞാൻ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് നീ ജയിലിലായപ്പോൾ ശരിക്കും ഞാനത് അനുഭവിക്കുകയും ചെയ്തു എന്നും നവ്യ പറയുക. അപ്പോൾ എൻ്റെ കാര്യമോ അവിടെ കിടക്കുന്നവരെല്ലാം സ്ഥിരം ജയിൽ പുള്ളികളായിട്ടുള്ളവരാ. പിടിച്ചു പറയും മോഷണവും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാർ. അതുപോലെയല്ലല്ലോ എൻ്റെ കാര്യം. പിന്നെ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് പലരും അതിനുള്ളൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ കാണിച്ചു. കാശുള്ളവർക്ക് എവിടെയും ഒരു പരിഗണനയൊക്കെ കിട്ടുമല്ലോ, അത്ര തന്നെ. പിന്നെ കാശുള്ള തറവാട്ടിൽ കാശില്ലാത്തവനല്ലേ ഞാൻ. ഇനി എൻ്റെ ജോലി എടുത്ത് കളയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം, അങ്ങനെ വന്നാലുമേ നമുക്ക് ജീവിക്കണോടാ, പൊരുതി തന്നെ ജീവിക്കണമെന്ന് നവ്യ അഭിയോട് പറയാം എന്നും പറഞ്ഞ് അഭി തലയാട്ടി കാണിക്കും കേട്ടോ. ഇങ്ങനെ നിന്ന് ആലോചനയാണ്. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ അവിടെ ഇരിക്കുവാണ്. അപ്പം ജീവിതത്തിൽ അബദ്ധങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല മോളെ, പക്ഷേ ജലജയെ ദത്തെടുത്തത് ഒരബദ്ധം തന്നെയായിപ്പോയെന്ന് ദേവയാനിയോട് മുത്തശ്ശൻ അവിടെ ഇരുന്ന് പറയുവാണ്. അപ്പം അത് അബദ്ധമൊന്നും ആവത്തില്ലായിരുന്നു, അവൾ മക്കളെ നന്നായി വളർത്തിയിരുന്നെങ്കിലെന്ന് മുത്തശ്ശി ഇത് കേട്ടപ്പോൾ പറഞ്ഞു. അവന് വീടിനകത്ത് തുടരാൻ ഇനി അനുവദിക്കുന്നത് ഒരുപാട് തലവേദനകൾ ഉണ്ടാക്കുമെന്ന് ദേവയാനി പറയുമ്പോൾ, ഈ വീടിനകത്ത് കഴിയുന്ന ഒരു മൂർഖനേക്കാൾ വിഷമുള്ള ഇനമാണെന്നും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, ദേവയാനി ആദർശ നയനയും കൂടെ ഇറങ്ങി വന്നു. പോകാൻ തന്നെ തീരുമാനിച്ച മോളെ എന്ന് ചോദിച്ചു. ഇനി വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, ഒരു മാസമൊക്കെ കഴിഞ്ഞല്ലോ മോളെ, ഇനിയിപ്പോൾ പുറത്തോട്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയാം. എന്നാലും യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാ കേട്ടോ എന്ന് ദേവയാനി അന്നേരം ഇങ്ങനെ പറഞ്ഞപ്പം, ഇവിടുന്ന് ഓഫീസിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ ദേവയാനി, പിന്നെ മോള് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശനും പറഞ്ഞു. മോൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവുമെന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു. അന്നേരം എന്നും പറഞ്ഞതേ നയനെ ഇങ്ങനെ നോക്കുക. മോള് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് അതിനേക്കാളും വലിയ ബോറടിയാ ഇവിടെ, അതുകൊണ്ടാ മോളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുന്നതേ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ തന്നുവിട്ട ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കണമെന്നേ ഉള്ളൂ, അതുപോലെ തന്നെ മരുന്നും കഴിക്കണമെന്നേ ഉള്ളൂ എന്നും ദേവയാനി ഇങ്ങനെ പറയുന്നു. അതൊന്നും എന്നെപ്പോലെ ഓർമ്മിച്ചെടുത്ത് തരാനൊന്നും ഇവനെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ എന്നും ദേവയാനി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കാം. അമ്മ പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ നോക്കിയും കണ്ട് തന്നെ ചെയ്തോളാവെന്ന് ആദർശ നേരം പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല ഇവളെൻ്റെ കൂടെ വരുന്നത്, പിന്നെ ഇവൾക്ക് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവളെ കൂടെ കൊണ്ടുപോകുന്നേ ഉള്ളൂ എന്നും ആദർശ ദേവയാനിയോട് പറയൂ കേട്ടോ. അപ്പം ന്യൂ ഇയർ ആയിട്ട് പുതിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ പലപ്പോഴും പലയിടത്തേക്കായിട്ട് തിരിയുക, അവിടെ ആകുമ്പം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ മോൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കണക്കിന് ജയിലിൽ നിന്ന് ഒരുത്തൻ വന്ന സമയത്ത് മോൾ ഇവനൊപ്പം കമ്പനിയിലേക്ക് പോകുന്നത് നല്ല കാര്യം തന്നെയാണെന്നും അഭിയുടെ ദേഷ്യം അത്രയും മോളോട് തന്നെയാണെന്ന കാര്യവും ദേവയാനി പറയാം. അന്നേരം മുത്തശ്ശ അവൻ്റെ മേലൊരു കണ്ണ് വേണം കേട്ടോ എന്ന് ആദർശ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അവനിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ മടിക്കത്തില്ലാത്ത കൂട്ടത്തിലാണ്. ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് നയനെ മാത്രമല്ല അനഘയെ കൊല്ലാനും അവനൊരു ശ്രമം നടത്തിയതാണെന്ന കാര്യം നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. മുത്തശ്ശനോട് ആദർശ് പറഞ്ഞു, ആരും അവൻ ദ്രോഹിക്കാത്ത സമയത്ത് പോലും അവൻ നമ്മളെയൊന്നും വെറുതെ വിട്ടിട്ടില്ല. ആ നിലയ്ക്ക് ഇപ്പോൾ ക്രിമിനൽ എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് ആ തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എന്നും ആദർശ മുത്തശ്ശനോട് പറഞ്ഞും കൊടുത്തു. അപ്പോൾ ഇപ്പം നവ്യയ്ക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് നന്ദുവിനോടും നയനോടൊക്കെ ഉള്ളത്. അപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഈ വീട്ടിലെ എല്ലാവരോടും അവൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ പെരുമാറുന്നതും. അത് അവനും അവൻ്റെ അമ്മയും കൂടെ മാക്സിമം മുതലാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പം കാര്യങ്ങളെ ഒരുപാട് കൈവിട്ട് പോയിരുന്നു. നവ്യെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടി വരുമെന്ന കാര്യം ആദർശ് പറയുക. അത് കേട്ടപ്പോൾ അത് പെട്ടെന്നൊന്നും വേണ്ട ആദർശേട്ടാ, ഇവിടെ സത്യങ്ങൾ പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്ക് ചേച്ചിയെ പോലെ നഷ്ടപ്പെട്ടു പോയെന്ന് വരുമെന്നും നയനെ അന്നേരം പറഞ്ഞു. പിന്നെ അതൊന്നും അവനൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല, പക്ഷേ ചേച്ചി അതിൻ്റെ പേരിൽ കടുകൈ എന്തെങ്കിലും ചെയ്തു
ഇതാ നഷ്ടം നമുക്കൊക്കെ തന്നെ ആയിരിക്കില്ലേ എന്ന് നയന ഇങ്ങനെ ഇവരോട് ചോദിക്കണം. അന്നേരം മോള് പറഞ്ഞതാ ശരി, എന്നാൽ പിന്നെ വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ ഓഫീസിലേക്ക് യാത്രയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അബിയുടെ കോള് ചെല്ലുക ഒരുത്തന്. അപ്പം നിന്നെ ജയിലിൽ കിടത്തിയവനെ ഞാൻ ഇവിടെ വരുത്തുമെന്ന് പറഞ്ഞ് അബിയോട് അയാൾ സംസാരിക്കുകയാണ്. ഈ ദുബായിൽ ഞാൻ അവനെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുള്ള എല്ലാ ചരടുവലികളും ഞാൻ നടത്തി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പം എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ സങ്കടം വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയാം. അപ്പം നിൻ്റെ സങ്കടം എൻ്റെ കൂടെ സങ്കടമല്ലേടാ, അപ്പം പിന്നെ ഞാൻ നിന്നെ കൈവിടുവോടാ എന്നൊക്കെ ചോദിക്കുക അയാൾ അബിയോടെ. ദേ അല്ലെങ്കിൽ മൂർത്തിയും കുടുംബവും എൻ്റെ എതിരാളികളാണെന്നൊക്കെ അയാൾ ഇങ്ങനെ അബിയോട് പറഞ്ഞു. അവരെ ടാർഗറ്റ് ചെയ്ത് ഞാൻ മാറ്റി നിർത്തിയതാ ഒരവസരത്തിന് വേണ്ടിയെന്നൊക്കെ ഈ ഫോണിലൂടെയുള്ള അയാൾ പറയുന്നു. ഇതതിനെ പറ്റിയൊരു സമയമാണെന്നും അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, അത് പഴാക്കി കളയില്ല, നീ ധൈര്യമായിട്ടിരുന്നോടാ മോനെ എന്നൊക്കെ അയാൾ അബിയോട് പറയുന്നത് കേട്ടപ്പോൾ അബിയുടെ മുഖത്ത് ഭയങ്കര ഒരു ചിരി. അത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അബി ഭയങ്കര പ്രതീക്ഷകളോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്. എന്തോ വലിയൊരു വൻ ചരടുവലി അനന്തപുരിക്കെതിരെ അബി നടത്തിയിരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവീൻ്റെ മുത്തശ്ശനെയും ഗുമസ്തനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് സാറേ, നവീൻ സാർ എനിക്ക് പിടിതരേണ്ട ഒരു കാര്യം ഉറപ്പാണ്, ഈ വീടിനകത്ത് കയറ്റാൻ കൊള്ളാത്ത ഏതോ ഒരു പെൺകൊച്ചിനെയാണ് സാറിൻ്റെ കൊച്ചുമോൻ കണ്ടുവച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു മുത്തശ്ശനോട്. അപ്പോൾ പത്മ അത് ഉറപ്പാണ്, അതുകൊണ്ടാണ് ആ പെൺകൊച്ചിൻ്റെ പേരവൻ പറഞ്ഞാതിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാനും എൻ്റെ കൊച്ചുമോനും മുത്തശ്ശനും അല്ല, ഞങ്ങൾ ഒരു ഗുരുശിഷ്യ ബന്ധം കൂടിയുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സും ആണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുക കേട്ടോ. അവൻ്റെ അച്ഛനേക്കാൾ അവൻ കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുന്നതും എന്നോടാണെന്ന് മുത്തശ്ശൻ പറയുകയാണ്. എന്നോട് പോലും ആ രഹസ്യവും പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുക. വിവാഹം നടക്കും എങ്കിൽ മാത്രം പറഞ്ഞാൽ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നതെന്ന കാര്യവും ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു. ഇനി ആ പെൺകുട്ടി ഇതിനെപ്പറ്റി അറിയാവോ ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് അന്നേരം ഗുമസ്തൻ. ചിലപ്പോൾ സാറിന് അങ്ങോട്ടായിരിക്കും പ്രേമം, തിരിച്ചിങ്ങോട്ടൊന്നും കാണത്തില്ലായിരിക്കുമെന്നേ, അങ്ങനെയും സംഭവിച്ചൂടെ. ഇനി അവളെങ്ങാനും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കുഴയുമല്ലോ, അതുകൊണ്ടാണ് ഇനി അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ വക്കീൽ ജോലിയൊക്കെ ഉള്ളവരെ എൻ്റെ മോനെ ഇഷ്ടപ്പെടാത്തവർ കാണുമോ എന്ന് പത്മ ചോദിക്കുമ്പം, ഈ ജോലിയിലുള്ള ആൺകുട്ടികളെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളും പെൺകുട്ടികളുടെ വീട്ടുകാരും ഒക്കെ കാണും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ശരിയാ, ഈ വക്കീലന്മാരെയും പോലീസുകാരെയും ഒക്കെ പലർക്കും പേടിയാ, അതാണ് സാറേ കുഴപ്പമെന്ന് ഗുമസ്താൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ സംഗതി സിനിമയിലൊക്കെ കാണാൻ അടിപൊളിയാ, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ ചില കുടുംബക്കാർ അത് വേണ്ടാന്ന് വെക്കുമെന്നേ, അതുള്ളതാന്ന് ഈ ഗുമസ്തനിൽ നിന്ന് പറയുക. അങ്ങനെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നന്ദുവിനെ കണ്ടപ്പോഴത്തേക്കും ഇതാരാ നന്ദുവോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. നവീനേണ്ണ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഒരു കേസിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ നവീനേണ്ണ കാണാൻ വന്നതാണെന്ന് നന്ദു പറയുമ്പം അങ്ങനെ കേസിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ട്, അത് ആരാണെന്നൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതേ മോളെ, അത് പോലീസോ വക്കീലോ ആണെങ്കിൽ അവനെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണേ എന്നിങ്ങനെ പത്മ നന്ദുവിനോട് തന്നെ പറയുക കേട്ടോ. അപ്പം നീ ഇങ്ങനെ പറയാതെ പത്മേ, ആദ്യം പെൺകുട്ടി ആരാണെന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു. അല്ല, ഈ പോലീസുകാരൊന്നും വേണ്ടെന്ന് പറഞ്ഞത് മോൾക്ക് വിഷമമായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഗുമസ്തൻ ഇങ്ങനെ നന്ദുവിനൊക്കെ പറയുമ്പം അയ്യോ എനിക്ക് വിഷമമൊന്നുമില്ല, നവീനേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല എന്നും ഇങ്ങനെ കള്ളനും പോലീസും കളിച്ച് നടന്നാൽ മതിയോ? ഒരു ചെറുക്കനെയൊക്കെ കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ നന്ദു നല്ല തൻ്റെ ഉള്ളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടേ അതിനൊപ്പം നിൽക്കുന്ന ഒരാൾ വേണ്ടേ അച്ഛാ എന്ന് പത്മൻ ചോദിച്ചു. അപ്പം വിവാഹത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഇതാകുമ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യാം, അവിടെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല, ഭർത്താവിൻ്റെ അമ്മായിമ്മയുടെ ഒന്നും മുഖം നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. അല്ല നവീനേട്ടൻ മുകളിലുണ്ടോ എന്ന് ചോദിച്ചു നന്ദു. ഓഫീസ് റൂമിലുണ്ട് മോളെ, എന്നാൽ ഞാൻ കണ്ടിട്ട് വരാവേ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു നവീനെ കാണാനായിട്ട് മുകളിലോട്ട് കയറിപ്പോയി. നന്ദു മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പം സാറേ, ഏതോ ഒരു പോലീസ് ഓഫീസറാണ് നവീൻ സാറിൻ്റെ മനസ്സിലുള്ളത്, ഇനിയിപ്പോൾ ഈ പോയ നന്ദു അങ്ങാനും ആയിരിക്കും അതെന്ന് ഗുമസ്തൻ ചോദിക്കുമ്പോഴത്തേക്കും ഇവർ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഒരിക്കലും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലെന്നും നന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും മരുമകളായി സ്വീകരിക്കില്ല എന്ന് നവീന് നന്നായിട്ട് അറിയാമെന്ന് പത്മ അന്നേരം അവിടെ വെച്ച് പറയാം. എന്ന് മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു ബന്ധം പോലും അല്ല എന്നും പത്മ പറയാം. നയന കുഴപ്പമില്ല, പക്ഷെ അബിക്കൊപ്പം ചേർന്ന് നവ്യ എന്തൊക്കെ പ്രശ്നങ്ങളായി ഇപ്പം അനന്തപുരിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അത് അബിയുടെയും അവൻ്റെ അമ്മയുടെയും കുഴപ്പമാണ് പത്മം എന്ന് പറയുമ്പം കുഴപ്പം ആരുടേതാണെങ്കിലും കനകയുടെ മോളല്ലേ എന്ന് ഈ പത്മ പറയുക.
കനക കോടീശ്വരന്മാരെ മാത്രം നോക്കി നടക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണെന്നും പിന്നെ അവർക്ക് അവരുടെ സാഹചര്യത്തെ പറ്റി ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ പത്മ ഇരുന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയോ 2 കുട്ടികൾക്ക് അനന്തപുരിയിൽ കയറി കൂടാൻ പറ്റി, അതവരുടെ മഹാഭാഗ്യം എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു നവീൻ്റെ അടുത്തേക്ക് ചെന്നു. ആ നന്ദു ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ കേസിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണെന്ന് നന്ദു നവീനോട് പറയൂ കേട്ടോ. അമ്മയും മോളും പരാതി തന്നതിൻ്റെ പേരിലാണല്ലോ ഞാനന്ന് 2-3 എണ്ണത്തിനെ പൊതുനിരത്തിലിട്ട് തല്ലിയത്. അപ്പോൾ നവീൻ അതെ, ആ കേസിൽ അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവരുടെ മൊഴി മാത്രം പോരെന്നും പിന്നെ അയൽപ്പക്കത്തുള്ളവരും അതുപോലെ ഈ അടിവാരം അശോകനും കൂട്ടരും അവരെ ശല്യം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞേ പറ്റുമെന്നുള്ള കാര്യം നന്ദു ഇങ്ങനെ നവീനോട് പറയുക. അവരുടെ വീടിൻ്റെ തിണ്ണയിലിരുന്നാണ് അവൻ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവനെ പേടിച്ച് ആരും ഒന്നും പറയില്ലല്ലേന്നും നവീൻ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ അതേന്നും നന്ദു പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നന്ദു ചോദിക്കുമ്പം അതിനൊക്കെ മാർഗമുണ്ടെന്നും അമ്മയും മോളും അല്ലേ മൊഴി കൊടുത്തിരിക്കുന്നത്. പിന്നെ അവന്മാർ ഗുണ്ടാപ്പെരുവ് നടത്തിയ ദൃശ്യങ്ങളൊക്കെ ഏതെങ്കിലും CCTVയിൽ വരാതിരിക്കില്ലല്ലോ എന്നും ഇങ്ങനെ നവീൻ പറഞ്ഞു. എന്ന് മാത്രമല്ല അവനപ്പോൾ പല കേസുകളിലും പ്രതിയുമാണല്ലോ, പോലീസുകാർ തന്നെയാണ് ഇത്തരക്കാരെ രക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുദേ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടപ്പോൾ നീയും നിൻ്റെ നയന ചേച്ചിയും പൊളിയാണെന്ന് അവിടെ നിന്ന് നവീൻ ഇങ്ങനെ പറയാം. കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചവൾ മാത്രമാണ് പിന്നോക്കം പോയത് നവീൻ എന്ന് പറയുന്നവളെന്ന് നവീൻ പറഞ്ഞു. അവൾ അത്യാവശ്യം ഒരു പെണ്ണിൻ്റെ അസൂയയും കുശുമ്പും ഒക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നവീനേട്ടൻ എന്ന് നന്ദു പറയുക കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ഇങ്ങോട്ടും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും വരുമായിരുന്നല്ലോ, അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നമ്മളെല്ലാവരും. ഇടയ്ക്ക് പിന്നെ പ്രൊഫഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആരെയും കാണാൻ പറ്റാണ്ട് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിൽ റിങ് വന്നു. അപ്പോൾ നന്ദു കോൾ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കൂട്ടുകാരനാ വിളിക്കുന്നത്, അനിയാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നന്ദു ഫോൺ എടുത്ത് അനിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ നവീൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നവീന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എടാ നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എടാ അത് ആരാണെന്ന് നീ അവളോട് പറയാനായിട്ട് അനി പറയുക. ഇനിയിപ്പോൾ വലിയ പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിൽ അവൾ സംസാരിച്ച് ശരിയാക്കി തരുവടാന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നവൾ തന്നെയാണ് ഞാൻ പറയുന്ന എൻ്റെ പെണ്ണ് എന്ന് നവീൻ മനസ്സിലിങ്ങനെ ഇരുന്ന നേരം പറയുക കേട്ടോ, നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട്. ഹലോ എടാ നീ എന്തൊന്നും പറയാത്തേന്ന് അനി ചോദിക്കുമ്പം അത് ഞാൻ ആലോചിച്ചോളാടാ എന്ന് പറഞ്ഞു. നീയേ ഒന്ന് ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ, ഞാൻ ഇതിനിടയ്ക്ക് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഫോൺ നേരെ നന്ദുവിന് കൊടുത്തു. അവനെന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു പെണ്ണുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞിരുന്നു, അത് ആരാണെന്ന് നന്ദുവിനോട് പറയാൻ അവൻ പറഞ്ഞതെന്ന് പറയുമ്പം അതങ്ങ് പറഞ്ഞൂടെ നവീനേട്ടാ എന്ന് നന്ദു ചോദിച്ചു. അന്നേരം പറയാം എന്ന് പറഞ്ഞിരിക്കുക, അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ എന്ന് നവീൻ പറഞ്ഞു. പിന്നെ കല്യാണത്തെപ്പറ്റി പറഞ്ഞ് ഇവിടെ ഒരേ ബഹളമാണ്, എൻ്റെ മനസ്സിലുള്ളത് ആരാണെന്ന് പറയാനും ബഹളമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു മരുമോളെ വേണമെന്നും പറഞ്ഞാൽ അമ്മയുടെ വഴക്ക് മൊത്തമൊന്നും. പക്ഷേ വരുന്നവൾ ആരായിരുന്നാലും ശരി അവൾ അമ്മയ്ക്കൊപ്പം ഇവിടെ നിൽക്കണം, അമ്മയ്ക്ക് കൂട്ടായിട്ട് എന്ന് നവീൻ പറയാം കേട്ടോ. പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിനോട് അമ്മയ്ക്ക് എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വലിയ തിരക്ക് പിടിച്ച ആൾക്കാരെയൊന്നും അമ്മയ്ക്ക് ആവശ്യമില്ല എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ ഇടം കൂടുതലുള്ള പെൺകുട്ടികളെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാമെന്നും നവീൻ പറഞ്ഞു. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാണല്ലോ നവീനേട്ടാ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അത് തന്നെയാണ് കുഴപ്പം, അതാണ് പ്രശ്നമൊന്നും നവീൻ പറയുക കേട്ടോ. ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലോ അവൾ തൻ്റെ ഇടത്തിന് കയ്യും കാലും വെച്ചവളാണെന്നും പറഞ്ഞു. അങ്ങനെ അത് കേട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരാളെ അമ്മ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ആക്കണം. പിന്നെ നവീനേട്ടൻ്റെ മനസ്സിൽ ഇഷ്ടം ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ അത് നടക്കാതെ താറുമാറായി പോകരുത്. അനിയുടെ ജീവിതം അറിയാവല്ലോ, അനാമികയെ പോലെ ഒരു പെൺകുട്ടിയാണ് കയറി വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ തീയിലേക്ക് എടുത്ത് ചാടുന്നത് പോലെ ആയിരിക്കും എന്ന് നന്ദു പറഞ്ഞു കൊടുക്കുക. അപ്പോഴേ ഞാൻ ഇടയ്ക്ക് നവീനേട്ടനെ അങ്ങോട്ട് വിളിച്ചോളാം, ശരി എന്നാന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇറങ്ങി. നവീൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദുവും നവീനും കൂടെ അങ്ങ് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശനും ഗുമസ്തനും കൂടെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ മോളെ അവനോട് കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചോ, ഇവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് കൂടി ഒന്ന് പിടിച്ചെടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം അത് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല എന്നും അനി അതിന് ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ ഫലമൊന്നും കണ്ടില്ല എന്ന് നന്ദു പറഞ്ഞു. അപ്പോഴേക്കും പത്മം വന്നു. ആൻറ്റിയെ പേടിച്ചിട്ടാ നവീനേട്ടനൊന്നും പറയാത്തത് കേട്ടോ എന്ന് നന്ദു പറയാം. ആൻറ്റിയുടെ മൈൻഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ ആൻറ്റിക്ക് ഒരു മരുമകളെ കിട്ടും, അങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് നന്ദു പറഞ്ഞു. ശരി എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അല്ല മോളെ ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും വേണ്ട ആൻറ്റി,
ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ചായ ഇടാതിരുന്നിട്ട് പോകാൻ നേരത്താണോ ചായ വേണമെന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛാ എന്ന് പത്മ പറഞ്ഞു. അയ്യോ വേണ്ടാത്തതുകൊണ്ടാ, ശരി എന്നാൽ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടുന്ന് അങ്ങ് പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പം പിന്നെ മോനെ സഹൃദയന് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇയാളൊരു കഥയില്ലാത്തവനാ, അതുകൊണ്ട് പറഞ്ഞത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആയിരിക്കുമെന്ന് ഇയാൾ ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവീൻ ഇങ്ങനെ അയാളെ ഒന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതിയെന്ന് അമ്മ അന്നേരം മോനോട് പറഞ്ഞു. തനിക്ക് വേറെ ആരെയും സംശയിക്കാൻ തോന്നിയില്ലേടോ എന്നും ചോദിച്ചുകൊണ്ട് പത്മം. എന്തായാലും അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഇവൻ ആഗ്രഹിക്കില്ല എന്ന് അമ്മ പറയുന്നു. നവീൻ അതിനും മിണ്ടിയില്ല. ഇനി ആഗ്രഹിച്ചാൽ തന്നെ ആ ബന്ധം ഒരു കാരണവശാലും നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു പത്മ. സാറിൻ്റെ അമ്മ അമ്മയുടെ നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പെങ്കൊച്ച് മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതെടുത്ത് മായ്ച്ചു കളയുന്നതാണ് നല്ലത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വെച്ച് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസർ അല്ല എന്ന് പറയാനും പറ്റില്ല എന്ന് നമ്മുടെ നവീൻ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. ദേ നവീനെ, അത് നടക്കാത്ത കാര്യം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കല്യാണമാണ്, അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു സ്ഥാനം ഇല്ലേ എന്ന് ചോദിച്ചു. നിൻ്റെ അച്ഛനും ഇഷ്ടമല്ല അത്തരം ബന്ധങ്ങളൊന്നും, മുത്തശ്ശനും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അങ്ങനെയൊന്നുമില്ല ഉണ്ടോ മുത്തശ്ശ എന്ന് നവീൻ ചോദിക്കുമ്പോൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നിൻ്റെ ഇഷ്ടത്തിനാണെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. ദേ പത്മേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ അല്ല എന്ന് വെച്ച് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടൊരു ബന്ധം എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നും മുത്തച്ഛൻ പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് മുത്തച്ഛൻ ശരിയാവുന്നത്? ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു നവീൻ. അവസാനം നമ്മൾ ആരും അറിയാതെ സാറിനെ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്ന് എൻ്റെ സംശയം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തോട്ടെ, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തവളെ ഈ വീട്ടിൽ കയറില്ല എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ അവിടെ നിന്ന് ഡിസൈൻ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നയന ഡിസൈൻ വരയ്ക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദർശം ഇത് ഭയങ്കര പ്രയാസമുള്ള രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണിയല്ലേ ആദർശേട്ടാ, അപ്പോൾ പിന്നെ എന്താ കുഴപ്പം? അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ അമ്മ വിളിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ആദർശ് കോൾ എടുത്തു കേട്ടോ. ഹലോ അമ്മേ, പറ അമ്മയെന്ന് പറഞ്ഞു. അതെ മോൾ ആഹാരമൊക്കെ കഴിച്ചായിരുന്നോടാന്ന് ചോദിച്ചപ്പം 12:30 ആയിട്ടുള്ള അമ്മയെന്ന് ചോദിച്ചു. 12:30 ആഹാരം കഴിക്കേണ്ടത് നമ്മ ചോദിക്കുമ്പം അവൾ 1:30 ആകുമ്പോഴല്ലേ ഫുഡ് കഴിക്കാറുള്ളൂ. അതെ മുൻപ്, ഇപ്പോൾ ഇനി അത് പറ്റില്ല. ഇവിടെ വെച്ച് ഞാനേ മോൻ കൃത്യസമയത്ത് ആഹാരം കൊടുത്തോണ്ട് നമ്മൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മോളെയും കൊണ്ട് നീ പോകണ്ടാന്ന്. അപ്പം നീ കേട്ടില്ലല്ലോ, ഇതേ എൻ്റെ അടുത്തിരിപ്പണി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നയന മേടിച്ചു. അമ്മേ ഞാൻ കഴിച്ചോളാം, ആദർശേട്ടൻ 1 മണി കഴിയുമല്ലോ കഴിക്കാൻ, ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതിയാണെന്ന് പറയുമ്പം അവൻ്റെ കാര്യമൊന്നും ഇനി മോള് നോക്കണ്ട, മോള് കൃത്യസമയത്ത് തന്നെ മോളുടെ ആഹാരം കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അപ്പം ശരി അമ്മ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല മോളവിടെ എന്തെടുക്കാമെന്ന് ചോദിച്ചു. ഡിസൈൻ വരയ്ക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഡിസൈൻ വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിൻ്റെ അടുത്താണോ എന്ന് ചോദിച്ചു. ആദർശേൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. മോളെങ്ങും പോകണ്ട കേട്ടോ, അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നയന. പിന്നെ അതെ ഇപ്പം തന്നെ കഴിച്ചോളണം കേട്ടോ, കഴിച്ചിട്ട് തന്നെ വിളിക്കണേ. ശരി അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അതെ അതും പറഞ്ഞ് ഇവർ ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.